ശ്രീ മോഹൻ വർഗീസ്, എങ്ങനെയാണ് ഇന്നത്തെ ഈ ഡെവലപ്മെന്റിനെ താങ്കൾ കാണുന്നത്? രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് വലിയൊരു പ്രതിഷേധ പ്രകടനം നടത്തുവാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു യോജിപ്പിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷേ രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർണാടകത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ഭിന്നസ്വരം ഉയർന്നിരിക്കുകയാണ്. സഹകരണ മന്ത്രി രാജണ്ണയുടെ വാക്കുകൾ, ഇത് സിദ്ധരാമയ്യ സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെയൊരു വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല? നാം ലജ്ജിച്ച് തലതാഴ്ത്തണം എന്നുള്ള കാര്യം രാജണ്ണ പറഞ്ഞു. രാജണ്ണയുടെ രാജി സിദ്ധരാമയ്യ എഴുതി വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇത് വലിയൊരു വിഷയമായി ഉയർത്തിയെടുക്കുകയും ഇന്ത്യ സഖ്യം യോജിച്ചു വരികയും ചെയ്യുന്ന ഈ സമയത്ത് തന്നെ കർണാടകത്തിൽ ഭിന്നസ്വരമുയരുന്നു. താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ശ്രീ മഞ്ജുഷ്, രണ്ട് ഇന്ത്യൻ നഗരങ്ങൾ ഇന്ന് ശ്രദ്ധാകേന്ദ്രമായി. ഒന്ന് ഡൽഹി നഗരം, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി. രണ്ട് ബംഗളൂരു നഗരം. ഡൽഹി നഗരത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി കഴിഞ്ഞ ഒരു വർഷം കാണാത്ത ഒരു അത്ഭുതകരമായ ഒരുമ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ നടക്കുകയുണ്ടായി. ഇതിന്റെ എല്ലാ ഘടകകക്ഷികളും ഒത്തുചേർന്നുകൊണ്ട് 300 MP-മാരെ, ലോക്സഭയിലെ ഏതാണ്ട് എല്ലാ ഇന്ത്യ ബ്ലോക്ക് MP-മാരെയും രാജ്യസഭയിലെ പരമാവധി MP-മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാർച്ച്, ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ കക്ഷികൾക്ക് മാർച്ച് നടത്താൻ കഴിഞ്ഞത് ഒരു വൻ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേതൃത്വം നൽകുന്നത് രാഹുൽ ഗാന്ധി ആകുന്നത് കൊണ്ട് തീർച്ചയായും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആ ഒരു വോട്ട് കൊള്ള എന്ന ഒരു ആരോപണത്തിൽ എല്ലാ കക്ഷികളും ഏറ്റുപിടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. മുൻകാലങ്ങളിൽ അതായിരുന്നില്ല. EVM-ന്റെ കാര്യത്തിൽ കാണാത്ത ഒരു ഒരുമ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുകൾ ആരോപിച്ച രാഹുൽ ഗാന്ധിയുടെ ആദ്യ സമയത്തെ ആ ഒരു ഉത്സാഹം പിന്നീട് ഫിക്ഷൻ ഔട്ട് ചെയ്തു പോകുന്നത് കണ്ടു. ഇപ്രാവശ്യം അങ്ങനെയല്ല സംഭവിച്ചത്. തുടക്കത്തിലെങ്കിലും കല്ലുകടി ഇല്ലാതെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ മുന്നോട്ട് പോകുന്നത് കണ്ടു. അത് അതിന്റെ പോസിറ്റീവ് ടേക്ക് അവേ ഫോർ ദ കോൺഗ്രസ് ആൻഡ് ഓൾസോ ഇന്ത്യ ബ്ലോക്ക്. രണ്ടാമത്തേത് അസുഖകരമായ ഒരു അന്തരീക്ഷമാണ്. ഏത് സംസ്ഥാനത്താണോ വോട്ട് കൊള്ള ഉദാഹരണ സഹിതം ആരോപിച്ചത്, കർണാടക സംസ്ഥാനത്താണ്, അവിടെ നിന്ന് തന്നെയുള്ള സഹകരണ മന്ത്രി ഇതിനെതിരെ ഒരു വിമർശ സ്വരം ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ല, അദ്ദേഹം ഉയർത്തിയതും ഒരു ന്യായമായ ചോദ്യം തന്നെയാണ്. ബംഗളൂരു നഗരം ഉൾപ്പെടുന്ന കർണാടക സംസ്ഥാനം ഭരിക്കുന്നത് സിദ്ധരാമയ്യയാണ്. ശക്തനായ മുഖ്യമന്ത്രിയും അതിശക്തനായ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും കോൺഗ്രസിന്റെ നട്ടെല്ലാണ്. ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് റൈസറായ DK ശിവകുമാർ, അദ്ദേഹത്തിന്റെ തട്ടകം. ഇവിടെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നത് പോലെയാണ് അവിടെ BJP-യുടെ ബ്ലോക്ക് ലെവൽ ഏജന്റ്സ് വലിയ തോതിൽ ക്രമക്കേടുകൾക്ക് വേണ്ടിയുള്ള രംഗം സജ്ജീകരിക്കുകയും ഇലക്ഷൻ കമ്മീഷൻ അതിന് മൗനാനുവാദം നൽകുകയും ചെയ്ത് മഹാദേവപുരം മണ്ഡലത്തിൽ പക്ഷെ അതിൽ ഈ രാജണ്ണ കോൺഗ്രസിന്റെ മന്ത്രി തന്നെ ഉന്നയിക്കുന്ന കാര്യത്തിലും ചില വസ്തുതകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ വോട്ട് ചേർക്കുവാനായിട്ട് കൂടുതൽ അവസരം കിട്ടുന്നത് ഭരിക്കുന്ന പാർട്ടിയിലെ നേതാക്കൾക്കാണ്. അപ്പോൾ BLO-മാരെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യുവാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ രാജണ്ണ പറയുന്നതും അതേ കാര്യം തന്നെയാണ്. നമ്മൾ ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. കരട് പട്ടിക അന്ന് ഉണ്ടായിരുന്നുവല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീക്കം ചെയ്തില്ല എന്ന്. അപ്പോൾ സ്വന്തം പാളയത്തിലേക്ക് അദ്ദേഹം ആയുധം തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അപ്പോൾ അത് കോൺഗ്രസിന് സഹായകരമായ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കി എന്നുള്ള ആരോപണം ഇനി BJP കൊണ്ടുവരും. കാരണം ഇത് ആരൊക്കെയാണ്, ഇത് ഇന്നയാളെ പിടിച്ച് ഇത് BJP-കാരനാണോ കോൺഗ്രസ്സുകാരനാണോ ഈ ഇരട്ടിപ്പ് വന്നിരിക്കുന്നത് എന്നും ഇത് ഫേക്ക് അഡ്രസ്സിൽ ചേർത്തിരിക്കുന്നത് എന്നൊന്നും അറിയുവാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസിലെ മന്ത്രി തന്നെ, കർണാടകത്തിലെ മന്ത്രി തന്നെ അങ്ങനെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BJP-ക്ക് ആരോപണം ഉന്നയിക്കാം, ഇത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇങ്ങനെ വോട്ട് ചേർത്തിരിക്കുന്നത് എന്ന്. മഞ്ജുഷ്, രാജണ്ണ പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ലോജിക്ക് ടെനബിൾ ആണെന്ന് നമുക്ക് തോന്നാം. അത് ശരിയുമാണ് ഒരു കണക്കിൽ. സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആകുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് പലപ്പോഴും ഈ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാകാം എന്ന ഒരു പ്രതീതി. പക്ഷെ അങ്ങനെ ആകണമെന്നില്ല. ഏത് സംഘടനയ്ക്കാണോ BJP അനുകൂല സർവീസ് സംഘടനകൾക്കാണോ അതോ കോൺഗ്രസ് അനുകൂല സംഘടനകൾക്കാണോ ഇക്കാര്യത്തിൽ കൂടുതൽ കെട്ടുറപ്പുള്ളത്, അവരായിരിക്കും ഇതിന് ഒത്താശ ചെയ്യുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ കർണാടകത്തിലെ ഒക്കെ സംഘടനാ സംവിധാനം, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്, ഉദ്യോഗസ്ഥന്മാർ നിഷ്പക്ഷരായിരിക്കണം എന്നാണല്ലോ പൊതുവെയുള്ള ധാരണ. പക്ഷെ ആ നിഷ്പക്ഷതയൊക്കെ കാറ്റിൽ പറത്തുന്നത് നമ്മൾ കേരളത്തിലും കാണുന്നതാണ്. ഭരണാനുകൂല സംഘടനകൾ, സർവീസ് സംഘടനകൾ
അതെല്ലാം നടത്തുന്ന ഇടപെടലുകൾ ഭരണത്തിന് അനുകൂലമായി നടത്തുന്ന ഇടപെടൽ നമ്മൾ കാണുന്നതാണ്. അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ചിലപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ വളരെ സജീവമാകാം. ഇപ്പോൾ BJP സംസ്ഥാനത്ത് പ്രതിപക്ഷത്തായിരിക്കാം, പക്ഷേ അവരുടെ സംഘടനകളൊപ്പം സജീവമല്ല എന്ന് പറയുന്നത് ശരിയല്ല. ശരി, ഇപ്പോൾ ശ്രീ സേനാപതി വേണു കൂടി ശ്രീ സേനാപതി വേണു